نسيم الوصل هاب على الندامى فأسكرهم وما شربوا مداما فأسكرهم وما شربوا مداما ولا مقصودهم جنات عدن ولا مقصودهم جنات عدن. സൂഫിയാക്കളുടെ ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാകെ ലക്ഷ്യം വെക്കുന്നത് ഒന്നുമല്ല ഈ ദുന്യാവിൽ അമൽ ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നിയ്യത്തല്ല. എന്താ അവരുടെ നിയ്യത്ത്? അല്ലാഹയെ കാണുക എന്നുള്ളതാണ് നിയ്യത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹയെ കാണുക. ഈ കണ്ണുകൊണ്ട് നീ ഹറാം കാണാൻ നടന്നോ തീർച്ചയായിട്ടും നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കാണാൻ തൗഫീഖ് തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാകുന്ന വ്യാജസിദ്ധന്മാരും ചിന്നമ്മമാരും നമ്മുടെ നാട്ടിലുണ്ടാകും. അവരുടെ ചാരത്തേക്ക് നീ പോകണ്ട. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ടാകും. കൈവിരകൾ മുതലും 50 മോതിരവിട്ട് ശരീരം മുഴുവനും പച്ച പുതച്ചിട്ട് എവിടെയെങ്കിലും ചാരിയിരുന്നിട്ട് ഹസ്മാല മറിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെ പഴപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരാണെന്ന് ലോകം മുഴുവൻ വിളിച്ചോതിക്കൊണ്ട്. ഒരിക്കലും അവർ സുന്നികളല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ശരീഅത്ത് പഠിപ്പിച്ചത്, സുന്നത്ത് ജമാഅത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അവിടുത്തെ സഹാബത്തിന്റേതാകുന്ന അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചര്യകൾ, ആ സഹാബത്തിന്റേതാകുന്ന തിരിച്ചര്യകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. വിധങ്ങൾ ഇന്നുവരെ ഒരു സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അണിഞ്ഞിരുന്നില്ല. ഒരുപാട് മോതിരം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കാം, പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ കൈവെള്ളയിലിട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല. 10 മോതിരം ഒരു വ്യക്തിക്കുണ്ട് എങ്കിൽ ആ 10 മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ അണിയുക. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് യാഹു യാഹു എന്ന് പറഞ്ഞ് നടക്കാൻ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകും വേണ്ട. ഇന്ന് സഹോദരിമാരാണ് അങ്ങനെ പോകുന്നത്. മുഖമക്കരയിട്ട സഹോദരിമാർ അവർ പോയിട്ട് ഒരാൾ പോയിട്ട് പറയും സൂപ്പറാണ്, ഭയങ്കര സംഭവം. വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ ഗുളിക കൊടുത്താൽ ചിലപ്പോൾ ശമനമാവും. അതാ ഡോക്ടറുടെ കഴിവല്ല. എന്തുകൊണ്ടായിരിക്കും? പാരസിറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ടാകും. പാരസിറ്റമോൾ കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്നത് ഒരു വ്യാജ സിദ്ധന്മാരിരുന്നിട്ട് അവർ പറയുന്നത് 100 കുല്ലുഹുവ ഓതിക്കോ മാറിക്കോന്ന് പറയാം. ആ കുല്ലുഹുവ പറയുന്നതുകൊണ്ട് അസുഖം മാറി. അവർ പറയും ഭയങ്കര സംഭവമാണ്, അവര് ഭയങ്കര സംഭവമാണ്. പിന്നെ അവരുടെ അടുത്തോട്ട് ആളുകൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു ആളുകൾ ഇങ്ങനെ കൂടുകയാണ്. ഭയങ്കര സംഭവം. അതാണ് ഇന്ന് ജിന്നമ്മമാരുടെ വളർച്ച, വ്യാജ സിദ്ധന്മാരുടെ വളർച്ച. വേറെ ഒന്നുമല്ല, ഇതിന്റെ ബേസിക് അടിസ്ഥാനം എവിടെയാണ്? നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു അന്യ പെണ്ണ് വന്നിട്ട് മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് ഖുർആൻ ഓതിയിട്ടിട്ട് മോട്ടോർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുക. സൂറത്തുൽ ബുറൂജ്. എന്നിട്ട് മോട്ടോർ തിരിക്കുന്ന പോലെ മാരടം പിടിച്ച് തിരിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹി, അല്ലാഹു അക്ബർ. പച്ചയ്ക്ക് വേറെ വസ്ത്രമൊന്നും ഇല്ലാതെ. ഇതൊക്കെയാണ് സമൂഹം. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാർ, വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ വ്യാജം സിദ്ധന്മാർ, വലിയ സിദ്ധന്മാർ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരിക. ഇവിടെ എത്രയോ ആലിമീങ്ങൾ, എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ, എത്രയോ ഉലമാക്കൾ നമുക്കുണ്ട്, എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ മഹത്തുക്കളെയും ഈ ഉലമാക്കളെയും ഈ ഖാദിമാരെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ പിറകെ സഹോദരിമാര് പോണോ? വ്യാജ ജിന്നന്മാരുടെ ചാരത്തേക്ക് നമ്മൾ ഓടണോ? എത്ര മോശപ്പെട്ട സംഗതിയാണ്. കച്ചവടം തകർക്കാൻ, ഓരോ വ്യക്തിയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ, ഒരു വ്യക്തി പച്ച പിടിച്ച് കാണുമ്പോൾ അവന്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ, അവന്റെ കുടുംബം തകർക്കാൻ, അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വ്യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. നബി പറഞ്ഞത് എത്ര വ്യക്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞത് തന്നെയല്ലേ, അന്യപുരുഷനെ കാണൽ തന്നെ ഹറാമായ നിലയ്ക്ക് നീ എങ്ങനെയാണ് ഈ അന്യപുരുഷന്റെ മുന്നിൽ പോയിരുന്നിട്ട് അവനെ കൊണ്ട് അബൂഫ് ഊദിക്കുക? എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ മസല എന്താണ്. അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ, ഒരു പെണ്ണിനെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലോ തുണിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ തലയിക്കൊണ്ട് റാഹത്താക്കിയിട്ട് ഊതി കൊടുക്കുക. എന്താണിത്? എങ്ങനെയാണ് ഇത് ദീനാകുന്നത്? ഇതെങ്ങനെ സുന്നത്തുമാത്താണ്?
ഇതെങ്ങനെ ദീനിൽപ്പെട്ടതാകും? ഒക്കെ ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ വ്യാജന്മാരെന്ന് തിരിച്ചറിയണ്ടേ. അന്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ? മുലിയാരായുണ്ടതിന്റെ മസല മാറൂ? അങ്ങനെയുണ്ടോ? തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ലിബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഒറ്റയ്ക്ക് അല്ലാഹു പിടിക്കൂല, ഒരൊറ്റപ്പെടുത്തത്തിലൂടെ അല്ലാഹു ഉരിയെടുക്കൂല. ولكن يقبض العلم بقبض العلماء. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാന സന്ദർഭമാകുമ്പോൾ ഇൽമിനെ ഉയർത്തുന്നത് പണ്ഡിതന്മാരെ മരിപ്പിക്കുന്നതിലൂടെയാണ്, ആലിമീങ്ങളെ മരിപ്പിക്കുന്നതിലൂടെയാണ്, മഹത്തുക്കളെ മരണിപ്പിക്കുന്നതിലൂടെയാണ്. അവരുടെ മരണത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തിക്കൊണ്ടു പോകുക. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? താജുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? നൂറുൽ ഉലമ മരണപ്പെട്ടു പോയില്ലയോ? എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി. സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അല്ലാഹു മരിപ്പിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു ഉയർത്തുക. ഇൽമിനെ ഉയർത്തുന്നത് എങ്ങനെ ഉയർത്തും? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളതാകുന്ന പണ്ഡിതന്മാരെ അങ്ങ് മരിപ്പിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, ദാദാ കേട്ടോളി, ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരു പണ്ഡിതൻ പോലും ഇല്ലാതെ വരുമോ, ഇത്തഖദൻ നാസു റൂസൻ ജുഹാലാ, ജനങ്ങൾ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജസിദ്ധന്മാരെ, വ്യാജ ആൾക്കാരെ, വ്യാജ ചിഹ്നമ്മമാരെ അവർ പണ്ഡിതരായി രംഗപ്രവേശനം ചെയ്യുമത്രേ, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുമത്രേ. ജനങ്ങൾ അങ്ങനെ പടച്ചുണ്ടാക്കും. വിവരദോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. വലിയ ആള് പച്ച പൊതിച്ചിട്ട് ഇങ്ങനെ നടക്കും, വലിയ തസ്ബീഹ് കഴുത്തിട്ടു, ഇവനാണ് ശൈഖ് എന്ന് പറയും. എത്ര വ്യാജ തരീഖത്തുകൾ, എത്ര വ്യാജ ശൈഖന്മാർ നമ്മുടെ നാട്ടിലൂടെ എടുത്തിട്ടുണ്ട്. വിധങ്ങൾ പഠിപ്പിച്ചത് ശരിയല്ലേ? ആലിമീങ്ങൾ മരണപ്പെടുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വ്യാജന്മാരെ ജനങ്ങൾ തന്നെ പടച്ചുണ്ടാക്കും, ജനങ്ങൾ തന്നെ പറഞ്ഞു നടക്കും. ആള് ഭയങ്കര സംഭവമാണ്. ഏത് വിവരമില്ലാത്ത ആളിന്റെ കൂടെ ഉണ്ടാവും കുറെ ആൾക്കാർ പുറകെ കൊടി പിടിച്ചിട്ട്. അങ്ങനെയാണ് ഏത് പ്രസ്ഥാനമായിട്ട് വരുന്നവനൊക്കെ ഇവിടെ വാഴാനുള്ള സൗകര്യം പ്രത്യേകിച്ച് കേരളത്തിൽ കൊടുക്കും. അങ്ങനെയാണ്. ജാമിന ടീച്ചർ വന്നപ്പോഴുണ്ടായിരുന്നു രണ്ടുപേരും പുറകെ നിസ്കരിക്കാൻ. അടുത്ത ആഴ്ച ഇല്ല, ഹൈദ് കാരണം പിന്നെ നിർത്തിവെച്ചു. ഇതുവരെ ഹൈദ് നിന്നിട്ടില്ല. ചിന്തിച്ചു നോക്കി, ആര് വന്നാലും എന്ത് പ്രസ്ഥാനത്തിൽ വന്നാലും പുറകിലാളുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാലാ ഫസുഇലൂ ഫഅഫ്തൂ ബിഗൈരി ഇൽമിൻ. അവരോട് ജനങ്ങൾ ഫത്വ ചോദിക്കുകയാണ്, അവരോട് ജനങ്ങൾ അറിവ് ചോദിക്കുകയാണ്. നാട്ടിൽ നല്ല മാന്യനായ ഖാദിയാരുണ്ടാകും, നല്ല സമുന്നതനാകുന്ന പണ്ഡിതന്മാരുണ്ടാകും, മുദർരിസീങ്ങളുണ്ടാകും, ഉലമാക്കളുണ്ടാകും. ആ പണ്ഡിതന്മാരെ അവർക്ക് വേണ്ട, ആലിമീങ്ങളെ വേണ്ട. വ്യാജസിദ്ധന്മാരുടെ പിറകെ പോയാണ്, വ്യാജചിഹ്നന്മാരുടെ പിറകെ പോയാണ്. അവരോട് ചെന്നുകൊണ്ട് അറിവ് ചോദിക്കുമ്പോ അറിവില്ലാത്തത് കൊണ്ട് അവർ ഫത്വ നൽകുകയാണ്. അവരും പിഴയ്ക്കുകയാണ്, സ്വന്തമായി പിഴയ്ക്കുകയാണ്. അവർ ജനങ്ങൾ വഴികേടിലേക്ക് എത്തിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് കാലഘട്ടം പുലർന്നില്ലയോ? അത്തരത്തിലുള്ള വ്യാജ ചിഹ്നന്മാരുടെ സ്മിതത്തിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ പോകുന്നില്ലയോ? സഹോദര സമുദായത്തിൽപ്പെട്ട ദേവാലയത്തിൽ പോലും നേർച്ച നടത്തുന്ന മുസ്ലിമീങ്ങളില്ലയോ? നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ശിർക്ക് വെക്കരുതേ, അല്ലാഹു അല്ലാത്തവരോട് പങ്കുചേർത്ത് ആരാധിക്കരുതേ, വസനിയത്തിലേക്ക് നമ്മൾ പോകരുതേ, അടിമത്തത്തിലേക്ക് നമ്മൾ പോകരുതേ, ബിംബാരാധകരായി നമ്മൾ മാറരുതേ. അത് ഹറാമാണ്, ഹറാമാ. തികച്ചും അല്ലാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയാണ്. റബ്ബിനോട് ശിർക്ക് വെക്കരുതേ. അന്യപ്പെണ്ണിനെയുള്ള കാണലും, അന്യ
പുരുഷനോടുള്ള ദർശനവും ഹറാമാ. നീ ജീവിതത്തിൽ അങ്ങനെ കാണാതിരുന്നാൽ നിനക്ക് സ്വർഗമാണ്, സ്വർഗമാണ്. ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നതെന്നാണ് നബിയെ, സ്വർഗത്തിലേക്ക് കടന്നാൽ ആദ്യമായി കിട്ടുന്നതെന്നാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, കബ്ദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി.